ഫ്രണ്ട്സ്, നല്ല പഴുത്ത മാമ്പഴം വെച്ചിട്ടൊരു മാംഗോ പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് നന്നായിട്ട് പഴുത്ത മാമ്പഴം ഞാൻ കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നതാണ്. അതൊരു ബൗളിനകത്തിൽ എടുത്തിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഈ മാംഗോ മൊത്തം കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യണം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ച് വെച്ചിരുന്നതാണ്. അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇത് കഷ്ണങ്ങളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡായി എടുക്കണം. അതുവരെയും നമുക്കതൊന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അത് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഇത് നമുക്ക് മാംഗോ പുഡിങ്ങിന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടാണ്. അതുകൂടി നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ മാംഗോയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നത് വരെയും നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്നോടനെ അതിലേക്ക് നമുക്ക് ഈ കോൺഫ്ലോർ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല സ്പീഡിൽ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അത് കട്ടയായി പോവും. നമ്മൾ ഇത് മൊത്തം കൂടി ഒഴിച്ചു കൊടുത്താലും ഇത് പെട്ടെന്ന് കട്ടയായി പോവും. അതുകൊണ്ടാണ് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. ഇത് നന്നായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈവിടാതെ ഇത് ഇളക്കി കൊടുക്കണം. ഇളക്കി ഈ കോൺഫ്ലോർ നല്ല വെന്ത് വരുന്നത് വരെയും ഇളക്കി കൊടുക്കണം. അതൊന്ന് വെന്ത് വരുന്ന ഉടനെ ഇതെല്ലാം ഒന്ന് കട്ടിയായിട്ട് വരും. അത് ആ ഒരു സ്ട്രക്ചറിൽ എത്തുന്നത് വരെയും നമ്മളതൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി നന്നായിട്ടൊന്ന് ആ ഒരു കട്ടിയാകുന്നത് വരെയും നമ്മൾ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഈ ഒരു കട്ടി പരുവാകുമ്പോൾ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. ഇത് തട്ടി കൊടുക്കുന്നത് അതിനകത്തിലെ എയറെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ്. അതങ്ങനെ ഒന്ന് തട്ടിയതിന് ശേഷം നന്നായിട്ട് തണുക്കുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അത് നമുക്കൊരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് അടച്ച് ഫ്രിഡ്ജിനകത്തിൽ 2-3 മണിക്കൂറോളം വയ്ക്കണം. അതിനുശേഷം നമുക്ക് എടുത്തത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള മാംഗോ പുഡിംഗ് റെഡിയായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. എൻ്റെ ചാനൽ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.